മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ദെൻ ക്ലാസ് കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് ബി ആംപ്ലിഫയറും അത് കഴിഞ്ഞ് ക്ലാസ് സി ആംപ്ലിഫയറും പവർ ആംപ്ലിഫയേഴ്സ് ആയിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് ബി ആംപ്ലിഫയർ പഠിച്ചു. അപ്പം ക്ലാസ് ബി ആംപ്ലിഫയർ പഠിച്ചപ്പം ക്ലാസ് ബി ഇൻ പുഷ് പുൾ അറേഞ്ച്മെൻറ്റിലുള്ള ആംപ്ലിഫയറാണ് നമ്മൾ പഠിച്ചത്. പുഷ് പുൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് ആ രീതിക്കായിരുന്നു. ഞാൻ ട്രാൻസ്ഫോമർ, 2 ട്രാൻസിസ്റ്റർ, അങ്ങനെ ആ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ്. പോസിറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് Q1 കണ്ടക്ട് ചെയ്യും, Q2 ഓഫായിരിക്കും. ആ സമയത്ത് നമുക്ക് അപ്പർ പോർഷനിൽ ഔട്ട്പുട്ട് പൾസ് വരും. ദെൻ നെഗറ്റീവ് സിഗ്നൽ വരുന്ന സമയത്ത് Q2 ഓൺ ആവും, Q1 ഓഫ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമുക്ക് നെഗറ്റീവ് പോർഷനിലുള്ള പൾസ് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യലാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഫങ്ഷൻ. ദെൻ കമ്പൈൻ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ ലോഡ് റെസിസ്റ്ററിനെ ക്രോസ് നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന സിഗ്നലിൽ ഡിസ്റ്റോഷൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയിരുന്നു. ആ ഡിസ്റ്റോഷൻ്റെ പേരാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് വണ്ണാണ് ഇൻപുട്ട് സിഗ്നൽ. ദെൻ സെക്കൻഡ് ഗ്രാഫാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷനുള്ള ഔട്ട്പുട്ട് സിഗ്നൽ. ഇത് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞു. ദെൻ ദിസ് വൺ ഈസ് ദ ഔട്ട്പുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ ഒരു ഡിലേ കാണുന്നുണ്ട്. ഇവിടെ ഇത്രയും പോർഷനിൽ ഒരു ഡിലേ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ, നമ്മുടെ ക്ലാസ് ബി ആംപ്ലിഫയറിനകത്ത് ട്രാൻസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ കഴിഞ്ഞാലല്ലേ അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. അതിൻ്റെ ബാരിയർ വോൾട്ടേജ് ഒക്കെ കഴിഞ്ഞാലേ കണ്ടക്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എത്രയാണ്? സിലിക്കൺ ആണെന്നുണ്ടെങ്കിൽ 0.6ഉം ജെർമേനി ആണെങ്കിൽ 0.2ഉം. അപ്പോൾ അതിൻ്റെ ആ വോൾട്ടേജ്, ബിൽറ്റ് ഇൻ വോൾട്ടേജ് കഴിഞ്ഞാൽ മീൻസ് അതിനേക്കാൾ കൂടുതലുള്ളൊരു വാല്യൂ ആ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് എത്തുമ്പോഴാണ് ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നത്. അപ്പോൾ ബാക്കിയുള്ള സമയം, അപ്പോൾ 0 to 0.6 വരെയുള്ള സമയം എന്തായിരിക്കും? ഓഫായിരിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. 0 to 0.6 വരെയുള്ള അത്രയും സമയം അവിടെ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നില്ല. ആ സമയം എന്ത് ചെയ്യും? അവിടെ ഐഡിയലായിട്ടൊരു ഗ്യാപ്പ് നമുക്കവിടെ കാണുന്നുണ്ട്. ആ 0.6നേക്കാൾ കൂടുതൽ നമ്മുടെ എക്സ്റ്റേണൽ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഓൺ ആവും. സോ എന്ത് ചെയ്യും? നമുക്ക് ഔട്ട്പുട്ട് പൾസ് കിട്ടും. അപ്പോൾ ഇവിടെ അതിൻ്റെ 180 ഡിഗ്രി കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ലെസ് ദാൻ 180 ഡിഗ്രി ആവും. കാരണം കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണല്ലോ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്റ്റോഷനെയാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം നോൺ ലീനിയാരിറ്റി ആണ് ഇവിടെ ട്രാൻസിസ്റ്റർ കാണിക്കുന്നത്. ലീനിയർ ബിഹേവിയർ അതിനിവിടെ കിട്ടുന്നില്ല. അപ്പോൾ മെയിനായിട്ട് വരുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽറ്റ് ഇൻ വോൾട്ടേജ് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോബ്ലം കാരണം ഉണ്ടാവുന്ന ഡിസ്റ്റോഷനാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. അപ്പം ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഈസ് ദ ഡിസ്റ്റോഷൻ ഇൻ ദ ക്ലാസ് ബി ആംപ്ലിഫയർ where the non-linearities of the two switching transistors do not vary linearly with the input signal. A transistor does not conduct until the input voltage exceeds its barrier voltage. അപ്പം ബാരിയർ വോൾട്ടേജ് എക്സീഡ് ചെയ്യുന്ന വരുന്ന ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യില്ല. ബിക്കോസ് ഓഫ് ദിസ് ദർ ഈസ് എ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓൾട്ടർനേഷൻസ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ വെൻ neither transistor is conducting. The crossover distortion can be avoided by applying. നമുക്കിനി ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് പറയുന്നത്. By applying a slight forward bias equal to barrier voltage to the base emitter junction of both the transistors. രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഒരു ചെറിയൊരു വോൾട്ടേജ്, ഒരു ബാരിയർ വോൾട്ടേജ്, ഫോർവേഡ് ബയാസ് കൊടുക്കും. ആ ഫോർവേഡ് ബയാസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു ദ ബാരിയർ വോൾട്ടേജ്. അത് നമ്മൾ എവിടെ കൊടുക്കും? ബേസ് എമിറ്റർ, രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും ബേസ് എമിറ്റർ ജംഗ്ഷനിലേക്ക് ഒരു ചെറിയ ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കും. ആ ഫോർവേഡ് വോൾട്ടേജ് ഈക്വൽ ടു ബാരിയർ വോൾട്ടേജ് ആണ്. ഇതെന്താ ചെയ്യുന്നത്? ഷിഫ്റ്റ് ദ ക്യൂ പോയിൻറ്റ് സ്ലൈറ്റ്ലി എബവ് കട്ട് ഓഫ് പോയിൻറ്റ്. ഇത് കട്ട് ഓഫ് പോയിൻറ്റിനേക്കാൾ
അതെന്ത് ചെയ്യും, ക്യൂ പോയിൻറ്റ് എബവ് കട്ട് ഓഫ് പോയിൻറ്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ബൈ അപ്ലൈയിങ് എ സ്ലൈഡ് ഫോർവേഡ് ബയാസ് ഈക്വൽ ടു ബാരിയർ വോൾട്ടേജ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഓഫ് ബോത്ത് ദ ട്രാൻസിസ്റ്റേഴ്സ്. നെക്സ്റ്റ് വൺ ആണ് കോംപ്ലിമെൻ്ററി സിമ്മട്രി ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിനകത്ത് ട്രാൻസ്ഫോമേഴ്സ് ഒന്നുമില്ല. നേരത്തെ നമ്മൾ പഠിച്ച ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിനകത്ത് 2 ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. പകരം ഒരു NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് കോംപ്ലിമെൻ്ററി സിമ്മട്രി എന്ന് പറയുന്നത്, NPNും PNPയും. പിന്നെ ഇതിൻ്റെ റെസിസ്റ്റേഴ്സ് നോക്കി R1 R2 R2 R1. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാരണമാണ് കോംപ്ലിമെൻ്ററി സിമ്മട്രി എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി സിമ്മട്രി ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. അപ്പോൾ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൽ ചെറിയൊരു മോഡിഫിക്കേഷൻസ് വരുത്തിയതാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലേക്ക് 2 ട്രാൻസിസ്റ്ററിൻ്റെയും ബേസിലേക്ക് സിഗ്നൽ കൊടുക്കുന്നത് ഒരു കപ്പാസിറ്റർ വഴി കപ്പാസിറ്റീവ് കപ്ലിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. ഔട്ട്പുട്ടിൽ റെസിസ്റ്ററിനെ ക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററുമാണ് കോംപ്ലിമെൻ്ററി സിമ്മട്രി ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിനകത്ത് വരുന്നത്. നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ 2 പോർഷനാക്കി ഡിവൈഡ് ചെയ്യാം, പോസിറ്റീവ് നെഗറ്റീവും. പോസിറ്റീവ് പോർഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? NPN ട്രാൻസിസ്റ്റർ ഓൺ ആവും. NPN ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്കവിടെ പോസിറ്റീവ് പോർഷൻ ഔട്ട്പുട്ട് കിട്ടും. നെഗറ്റീവ് സൈക്കിൾ അപ്പം പോസിറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് Q1 ഓൺ ആണ്, ആ സമയത്ത് Q2 എന്താണ്? ഓഫാണ്. കാരണം പോസിറ്റീവ് സിഗ്നൽ വരുന്ന സമയത്ത് PNPയുടെ ബേസിൽ 0 വന്നാലേ ഓൺ ആവുള്ളൂ. ഇവിടെ എന്താ വരുന്നത്? പോസിറ്റീവ് വാല്യൂ വരുന്നത്, സോ എന്താ? ഓഫാണ്. ദെൻ Vin ഒരു നെഗറ്റീവ് വാല്യൂ വരുന്ന സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഇപ്പം NPN ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് വന്നു കഴിഞ്ഞെങ്കിൽ അത് കട്ട് ഓഫിലേക്ക്, അല്ലെങ്കിൽ അത് ഓഫായിരിക്കും. PNPൻ്റെ ബേസിലേക്കാണ് നെഗറ്റീവ് വോൾട്ടേജ് വരുന്നതെങ്കിലോ അത് ഓണാവും. അപ്പം നെഗറ്റീവ് പോർഷനിൽ Q2 ഓൺ ആവും, Q1 ഓഫായിരിക്കും. പോസിറ്റീവ് പോർഷനിൽ Q1 ഓൺ ആയിരിക്കും, Q2 ഓഫായിരിക്കും. കോംപ്ലിമെൻ്ററി ആയിട്ട് വർക്ക് ചെയ്യും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എവിടെ ഔട്ട്പുട്ട് കിട്ടും? V0ൽ RL ക്രോസ് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് കോംപ്ലിമെൻ്ററി സിമ്മട്രി എന്ന് പറയുന്നത്. ദ സർക്യൂട്ട് യൂസസ് ട്രാൻസിസ്റ്റേഴ്സ് ഹാവിങ് കോംപ്ലിമെൻ്ററി സിമ്മട്രി ഇൻ ദ എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷൻ. ഇവിടെ എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷനാണ് യൂസ് ചെയ്യുന്നത്. Complementary means circuit uses 2 identical transistors, one NPN and the other PNP. Symmetry means the biasing resistors are equal. Due to this, emitter base junction of each transistor is biased with the same voltage. അപ്പം ബയാസിങ് റെസിസ്റ്റേഴ്സൊക്കെ എന്താണ്? ഈക്വൽ വാല്യൂ ആണ്. അപ്പം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഓഫ് ഈച്ച് ട്രാൻസിസ്റ്റർ ഈസ് ബയാസ്ഡ് വിത്ത് സെയിം വോൾട്ടേജ് ആണ് അവിടെ നടക്കുന്നത്. ഇൻ ദിസ് ഇൻപുട്ട് സിഗ്നൽ ഈസ് കപ്പാസിറ്റീവ്ലി കപ്പിൾഡ് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഡയറക്ട്ലി കപ്പിൾഡ്. വിത്ത് ദി 0 ഇൻപുട്ട് സിഗ്നൽ നൺ ഓഫ് ദ ട്രാൻസിസ്റ്റർ കണ്ടക്ട്, ദസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 0. ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ Q1 കണ്ടക്ട് ആൻഡ് Q2 ഓഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു Q1 കണ്ടക്ട് ചെയ്യും, Q2 ഓഫ് ആവുന്നത്. സിമിലർലി ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്തുണ്ടാവും? Q1 ഈസ് ഡ്രിവൺ ഇൻ ടു കട്ട് ഓഫ് ആൻഡ് Q2 കണ്ടക്ട്. നേരെ ഓപ്പോസിറ്റ്. പോസിറ്റീവ് ആകുമ്പം Q1 കണ്ടക്ട് ചെയ്യും, Q2 കട്ട് ഓഫിലേക്ക്. നെഗറ്റീവ് വരുന്ന സമയത്ത് Q1 കട്ട് ഓഫിലേക്കും Q2 കണ്ടക്ട് ചെയ്യാനിപ്പോൾ. ബിക്കോസ് ഓഫ് എമിറ്റർ ഫോളോ ഓവർ configuration, the amplifier circuit has unity gain. There is no phase inversion of the output signal. നമുക്കറിയാം നമ്മുടെ കോൺഫിഗറേഷൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ച സമയത്ത് കോമൺ എമിറ്റർ ആണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് എമിറ്റർ ഫോളോ ഓവർ കോൺഫിഗറേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ എന്താണിത്? കോമൺ കളക്ടർ സർക്യൂട്ടാണ്. കോമൺ കളക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താ വരുന്നത്? അവിടെ ഫേസ് റിവേഴ്സലൊന്നും വരുന്നില്ല. സോ ഔട്ട്പുട്ടിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നില്ല. ദർ ഈസ് നോ ഫേസ് ഇൻവേർഷൻ ഓഫ് ദി ഔട്ട്പുട്ട് സിഗ്നൽ. നെക്സ്റ്റ് വണ്ണാണ് ക്ലാസ് സി ആംപ്ലിഫയർ. എന്താണ് ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ക്ലാസ് സി
ക്ലാസ് സി ആംപ്ലിഫയറിനെ നമുക്ക് ട്യൂൺഡ് ആംപ്ലിഫയർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. കാരണം ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ആണ് ട്യൂൺഡ് ഫ്രീക്വൻസി. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ക്ലാസ് സി ആംപ്ലിഫയർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ കളക്ടറിൽ ഒരു ടാങ്ക് സർക്യൂട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുമ്പം ഒരു RLC സർക്യൂട്ടാണ് നമ്മുടെ കളക്ടറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ RLC സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RLCയുടെ വാല്യൂക്കനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ഒരു റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി ഈ ഒരു സർക്യൂട്ടിന് ഉണ്ടായിരിക്കും. ആ റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി, ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് ഈ ഒരു ടാങ്ക് സർക്യൂട്ട് റെസൊനേറ്റ് ചെയ്യുന്നത്. ആ ഫ്രീക്വൻസിയുള്ള സിഗ്നലിനെയാണ് ആംപ്ലിഫൈ ചെയ്ത് ലോഡ് റെസിസ്റ്ററിനെ ക്രോസ് ഔട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഫ്രീക്വൻസിയുള്ള സിഗ്നലിനെയാണോ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട് ചെയ്യേണ്ടത്, അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂ വേണം നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ നമുക്കിവിടെ അറിയാം F0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി, ഇതൊരു പാരലൽ ട്യൂൺഡ് സർക്യൂട്ടാണ്. പാരലൽ എന്ന് പറയുമ്പോൾ എല്ലും സിയും പാരലായിട്ടിരിക്കുന്നത്. അപ്പോൾ F0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F0 റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി 1/2π√LC ആണ്. നോക്കിയേ, ഈ റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എല്ലിൻ്റെയും സിയുടെയും വാല്യൂ ഫിക്സ് ചെയ്ത് വെക്കുക. അതിനനുസരിച്ചുള്ള ഒരു ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടുക. എഗെയിൻ നമുക്ക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും വാല്യൂ ചേഞ്ച് ചെയ്യാം. അപ്പം ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള സിഗ്നലിനെ സെലക്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട് ചെയ്യും. അതാണ് ക്ലാസ് സി ആംപ്ലിഫയർ ചെയ്യുന്നത്. അപ്പം ദ ക്ലാസ് സി ആംപ്ലിഫയർ ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആംപ്ലിഫയർ which can produce more load power than class A and class B. അപ്പോൾ ക്ലാസ് എനെയും ക്ലാസ് ബിനെയും കമ്പയർ ചെയ്തിട്ട് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ് ക്ലാസ് സി ആംപ്ലിഫയർ. Circuit shows a class C tuned amplifier. It consists of a transistor amplifier with a tuned circuit. ഇവിടെ ട്യൂൺഡ് സർക്യൂട്ട് ഉണ്ട്. ദ ഇൻപുട്ട് വോൾട്ടേജ് ഹാവ് സഫിഷ്യൻ്റ്ലി ലാർജ് ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് വേണം. സോ ദാറ്റ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ഫോർ ലെസ് ദാൻ 180 ഡിഗ്രി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പം അത് 180 ഡിഗ്രി അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ ലെസ് ദാൻ ഒരു പൾസ് കണ്ടക്ട് ചെയ്യാൻ അവിടെ ഇനഫ് വോൾട്ടേജ് അവിടെ എത്തണം. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളതാണെങ്കിൽ മാത്രമേ അവിടെ കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. To amplify a sinusoidal signal, a class C amplifier has to be tuned to a sinusoidal frequency. ഒരു സൈനസോയ്ഡൽ ഫ്രീക്വൻസിയിൽ നമ്മൾ എന്ത് ചെയ്യും, ട്യൂൺ ചെയ്ത് വെക്കും. ബിക്കോസ് ഓഫ് ദിസ് ഇറ്റ് ഈസ് കോൾഡ് എ ട്യൂൺഡ് ആംപ്ലിഫയർ ഓർ എ നാരോ ബാൻഡ്. അതുകൊണ്ടാണ് ഇതിന് ട്യൂൺഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ നാരോ ബാൻഡ് സർക്യൂട്ട് എന്ന് പറയും. ട്യൂൺഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് വെക്കുന്നത്. നാരോ ബാൻഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് 500 ഹെർട്സ് തൊട്ടിട്ട് 700 ഹെർട്സ് വരെ എന്നുള്ളൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്രീക്വൻസി ബാൻഡാണ്, റേഞ്ചാണത്. 500 ഹെർട്സ് ടു 700 ഹെർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാരോ ബാൻഡ് സർക്യൂട്ട് ട്യൂൺഡ് ആംപ്ലിഫയറിനൊക്കെ നമുക്ക് ഇതിനെന്തിനെ വിളിക്കാം, ക്ലാസ് സി ആംപ്ലിഫയറിനെ വിളിക്കാം. The parallel resonance circuit provides the load impedance is tuned to the input frequency and a high Q. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഫാക്ടറാണ്. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q ഈക്വൽ ടു ക്വാളിറ്റി ഫാക്ടർ. അപ്പോൾ ഈ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ മെഷർ ചെയ്തിട്ടാണ്, ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് എത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ട്യൂണിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വാളിറ്റി ഫാക്ടർ Q ഈക്വൽ ടു F0 ബൈ ബാൻഡ് വിഡ്ത്ത്. F0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസൊനൻറ്റ് ഫ്രീക്വൻസിയാണ്. അപ്പം ബാൻഡ് വിഡ്ത്ത് വളരെ ചെറിയൊരു വാല്യൂ, മീൻസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ റേഞ്ച് അത് ചെറുതാവുമ്പോൾ ക്വാളിറ്റി ഫാക്ടർ എന്തായിരിക്കും, കൂടുതലായിരിക്കും.
അതേപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് കൂടുതലാവുകയാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ എന്തായിരിക്കും, കുറയും. അപ്പം ബാൻഡ് വിഡ്ത്ത് കുറയുമ്പോൾ ക്വാളിറ്റി ഫാക്ടർ കൂടും. അപ്പം നമുക്ക് ട്യൂൺഡ് ആംപ്ലിഫയർ എന്ന് പറയുമ്പം ക്വാളിറ്റി ഫാക്ടർ എന്തായിരിക്കണം, അവിടെ ഹൈ ആയിരിക്കണം അല്ലേ. ക്വാളിറ്റി ഫാക്ടർ ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൻഡ് വിഡ്ത്ത് അവിടെ കുറയണം. അപ്പോഴല്ലേ ഷാർപ്പായിട്ടുള്ള സിഗ്നൽസിനെ അവിടെ എടുക്കുന്നത്. അപ്പം ദി ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ദ ട്യൂൺഡ് സർക്യൂട്ട് ഈസ് സൈനസോയിഡൽ ആൻഡ് ഹാസ് എ സെയിം ഫ്രീക്വൻസി ആസ് ദാറ്റ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പം നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നലിൻ്റെ അതേ ഫ്രീക്വൻസി തന്നെ ആയിരിക്കണം ആർക്കും വേണ്ടത്, ട്യൂൺഡ് സർക്യൂട്ടിൽ വരുന്നത്. The collector current consists of series of pulses, one pulse for each cycle of input signal. അങ്ങനെ നമുക്ക് കിട്ടുന്ന കളക്ടർ കറണ്ടിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ഹാഫ് സൈക്കിളിലും പൾസസ് ആണ് വരികയെന്ന്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഓരോ സൈക്കിളിലും ഓരോ പൾസസ് കളക്ടർ കറണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ദ പീക്ക് ഓഫ് ദീസ് പൾസസ് റിസംബിൾ ദ പീക്ക് ഓഫ് ഇൻപുട്ട് സൈൻ വേവ്. അപ്പം നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര ഉണ്ടോ അത്ര ഉണ്ടായിരിക്കും ഈ പൾസസിൻ്റെ പീക്കും. ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ഈസ് ലെസ് ദാൻ ഹാഫ് ദ പീരീഡ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. A Class C amplifier operates at the resonant frequency f0 of the input signal. Class C amplifier എന്ത് ചെയ്യും, operates at the resonant frequency. നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ റെസണൻറ്റ് ഫ്രീക്വൻസി f0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഒരു ട്യൂൺഡ് സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2π√LC ആണ്. എല്ലിൻ്റെയും സിൻ്റെയും വാല്യൂക്ക് അനുസരിച്ചാണ് f0ൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ ക്ലാസ് സി ആംപ്ലിഫയർ ഓപ്പറേറ്റ്സ് അറ്റ് ദ റെസൊണൻറ്റ് ഫ്രീക്വൻസി f0 ഓഫ് ദി ഇൻപുട്ട് സർക്യൂട്ട്. അപ്പം ഏത് ഫ്രീക്വൻസിയുള്ള സിഗ്നലും നമുക്ക് ആംപ്ലിഫൈ ചെയ്യണോ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുന്ന ടാങ്ക് സർക്യൂട്ടിൻ്റെ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കാൻ. ദെൻ നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലാസ് സി ആംപ്ലിഫയർ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലെസ് ദാൻ ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ഔട്ട്പുട്ട് ഒന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡസ് നോട്ട് റിസംബിൾ ദ ഇൻപുട്ട് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നാരോ പൾസസ്. ഇപ്പം നമുക്ക് ക്ലാസ് എ ഒക്കെ ആണെങ്കിൽ ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു ഫോമാണ് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നലിൽ കിട്ടുന്നത്. പക്ഷേ ക്ലാസ് സി ആംപ്ലിഫയർ എന്താണ്, അങ്ങനെയല്ല വരുന്നത്. കാരണം ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ കിട്ടുക, ഒരു പൾസസ് മാത്രമായിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. ഔട്ട്പുട്ട് ഡസ് നോട്ട് റിസംബിൾ ദ ഇൻപുട്ട്. സപ്പോസ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ യാതൊരു ബന്ധം ഇവിടെ വരുന്നില്ല. ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പവർ ആംപ്ലിഫയർ ആൻഡ് ഇറ്റ്സ് ഓവറോൾ എഫിഷ്യൻസി റീച്ച് 100%. മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ ആംപ്ലിഫയർ ആണ് ഇത്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ആയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ക്ലാസ് സി ആംപ്ലിഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിച്ചത് പവർ ആംപ്ലിഫയർ എന്താണെന്ന് ആദ്യം പഠിച്ചു. ദെൻ ടൈപ്സ് ഓഫ് പവർ ആംപ്ലിഫയേഴ്സ്. ആദ്യം പവർ ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസ് പാരാമീറ്റേഴ്സ്, ദെൻ അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയേഴ്സ് ക്ലാസ് എ ബി സി. അതിൽ എ പഠിച്ചു. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലാസ് എ. ക്ലാസ് ബി എന്ന് പറയുമ്പം നമ്മളവിടെ പഠിക്കുന്നത് ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൽ ഡിസ്റ്റോഷൻ ഉണ്ടാവും. അതിനെ വിളിക്കുന്നതാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു സ്ലൈഡ് ഫോർവേഡ് ബയാസ് ബേസ് എമിറ്റഡ് ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. ഇവിടെ ട്രാൻസ്ഫോമർ ഒന്നും വരുന്നില്ല, സർക്യൂട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എല്ലാം ഇവിടെ കോസ്റ്റും എല്ലാം കുറയും. ദെൻ നമ്മൾ പഠിക്കുന്നത് ക്ലാസ് സി ആംപ്ലിഫയർ, ട്യൂൺഡ് ആംപ്ലിഫയർ, അതേപോലെ തന്നെ ഫ്രീക്വൻസി മൾട്ടിപ്ലയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്ലാസ് സി ആംപ്ലിഫയർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം ക്ലാസ് സി ആംപ്ലിഫയർ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ്, കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നൊരു ആംപ്ലിഫയറാണ് ക്ലാസ് സി ആംപ്ലിഫയർ. ഇപ്പം റേഡിയോ, അതേപോലെ തന്നെ ടെലിവിഷൻ, അങ്ങനത്തെ അവിടെയൊക്കെ നമുക്ക് എന്താ വേണ്ട, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ ട്യൂൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസുകളെല്ലാം കമ്മ്യൂണിക്കേഷനിലൊക്കെ നമുക്ക് ആവശ്യം വരുന്ന ഒരു ആംപ്ലിഫയറാണ് ക്ലാസ് സി ആംപ്ലിഫയർ. ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ മാത്രം അങ്ങ് സെലക്ട് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യും. ക്ലാസ് സി ആംപ്ലിഫയർ.
അപ്പം പവർ ആംപ്ലിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ക്ലാസ് സി ആംപ്ലിഫയർ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4th സ്റ്റേജിലായിരുന്നു പവർ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പവർ ആംപ്ലിഫയർ എന്ത് ചെയ്യും, ഈ എടുക്കുന്ന ഓരോ വോയിസിനെയും എടുത്തിട്ട് അത് ആംപ്ലിഫൈ ചെയ്ത് ക്ലാസ് സി ആംപ്ലിഫയർ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ സിഗ്നലായിരിക്കില്ല നമ്മുടെയൊക്കെ വോയിസ്, ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ സിഗ്നലിനെടുത്ത് ആംപ്ലിഫൈ ചെയ്ത് അത് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, എല്ലിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ആ വരുന്ന സിഗ്നലിനനുസരിച്ച്. അപ്പം ക്ലാസ് സി ആംപ്ലിഫയർ ഒരുപാട് നമുക്ക് ഈ ട്യൂണിങ് പർപ്പസിനൊക്കെ നടത്തേണ്ട കേസുകളിലെല്ലാം നമുക്ക് ആവശ്യം വരുന്നൊരു ആംപ്ലിഫയറാണ് ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പഠിച്ചു. ഇത്രയാണ് പവർ ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്.